നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻ ഏത് സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ കറൻറ്റ് എനർജിയും നിങ്ങളുടെ കറൻറ്റ് എനർജിയും നമ്മൾ മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. രണ്ട് എനർജികളുടെയും അവസ്ഥയും അത് മുന്നോട്ടേക്ക് എന്തായിരിക്കുമെന്നും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് പേഴ്സണെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കാൻ, നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായൊരു മറുപടി ലഭിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതുക. മുടങ്ങണ്ട മക്കളെ, അഫർമേഷൻസ് എഴുതുന്നത് നിങ്ങൾ എഴുതുന്തോറും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനസ്സിൽ വളരെ ഹാപ്പിനെസ്സോടു കൂടി വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. എന്ത് കാര്യമാണേലും നിങ്ങൾ എഴുതിക്കൊള്ളുക. 11 പ്രാവശ്യം ഡെയിലി ഒരു കാര്യം തന്നെ എഴുതിയാൽ അതിനനുസരിച്ച് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങളുടെ റിലേഷൻ്റെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും അതിനകത്ത് നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ ഏതെല്ലാം സാഹചര്യത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നും അതിനെയെല്ലാം മറികടക്കാനുള്ള മാർഗങ്ങളും നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നോക്കുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങളിവിടെ. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു ഫീലിങ്സ് എനർജിയിലാണ്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ പാസ്റ്റിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാകാം. അതായത് ഈ ഒരു റിലേഷനിൽ വളരെയധികം കൺഫ്യൂഷൻ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അൺഹെൽത്തി സിറ്റുവേഷൻസുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രതീക്ഷകൾ തകർന്നു പോയൊരു സാഹചര്യമാണ് എനിക്കിപ്പോൾ റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. യാതൊരു രീതിയിലും നിങ്ങൾക്ക് തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം രണ്ടും 2 ധ്രുവങ്ങളിലേക്കായി 2 ദിശയിലേക്ക് പോയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലേക്ക് നോക്കുമ്പം സന്തോഷം കളഞ്ഞു പോയൊരവസ്ഥയാണ്, സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, എല്ലാം മുന്നിൽ അടഞ്ഞു നിൽക്കുന്ന, എല്ലാ ഡോറുകളും അടയ്ക്കപ്പെട്ടൊരവസ്ഥയാണ്. ശരിക്കും ഒരു ഒറ്റപ്പെടലും പെയിനും ഹെൽത്ത് പരമായ പ്രോബ്ലംസുകളും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങളത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം, നിങ്ങളൊന്ന് തല ഉയർത്തി നോക്കാൻ പോലും തയ്യാറല്ലാത്ത വിധം നിങ്ങൾ ശരിക്കും മാനസികമായിട്ടും തകർന്ന അവസ്ഥയാണ് ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മസ്കുലിൻ എനർജിയിലേക്ക് നോക്കുമ്പം മസ്കുലിൻ എനർജിയെ സംബന്ധിച്ച് നിങ്ങൾ മറ്റെന്തോ ഒരു ഗൈഡൻസ്, മറ്റെവിടെയോ ഒരു വിളി കേട്ട് മാറി നിൽക്കുന്നതായിട്ട്, അല്ലെങ്കിൽ മറ്റെവിടേക്കോ ശ്രദ്ധ തിരിച്ചു വിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളുടെ മൈൻഡ് മറ്റെവിടെയോ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം വളരെ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ആണ്. അതായത് സ്വയം ഫൈറ്റിംഗ് ചെയ്യുന്നു, തമ്മിൽ ഫൈറ്റിംഗ് ചെയ്യുകയല്ല, ഒറ്റപ്പെട്ടു പോയതിൻ്റെ ആ ഒരു സ്ട്രഗിളിങ്ങും ഫൈറ്റിങ്ങുമാണ് ഇപ്പോൾ കറൻറ്റ്ലി ഒരു റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൂർണ്ണമായി സെപ്പറേറ്റഡ് ആണ്, നോ കോണ്ടാക്റ്റ് എനർജിയിലാണ് പവർഫുള്ളായിട്ട് നിൽക്കുന്നത്. ശക്തമാകുന്ന ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് വന്നിരിക്കുകയാണ്. വിശ്വാസക്കേട് സംഭവിച്ചിട്ടുണ്ട് ഈ റിലേഷനിൽ. ഒരു വ്യക്തി മറ്റു വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മറ്റെന്തോ രീതിയിൽ ചീറ്റിംഗ് ചെയ്തു എന്നുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. അതിനെ ബേസ് ചെയ്ത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു, പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോയിരിക്കുന്നു. അവരെവിടെ നിന്നാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അവിടേക്ക് തന്നെ ആ വ്യക്തി തിരിച്ചു പോയി. ഇതിലും ബെറ്റർ അവിടമാണ് എന്നുള്ളൊരു ചിന്ത
അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൈഡൻസ്, ഒരു ഉൾവിളി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം അവരെ മാനിഫെസ്റ്റിംഗ് ചെയ്ത് വേറൊരു സിറ്റുവേഷൻസ് അവരെ കണക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അത് പാസ്റ്റ് എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു പേഴ്സൺ മാറിപ്പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ശക്തമാകുന്നൊരു തകർച്ച. വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാത്തതിനേക്കാൾ അപ്പുറം സ്നേഹവും സമയവും എല്ലാം സ്പെൻഡ് ചെയ്ത് ഏറ്റവും നല്ല പവർഫുള്ളായ ഒരു സ്ട്രോങ് ആയ റിലേഷനിൽ നിന്നുമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഒരു ശക്തമാകുന്നൊരു തകർച്ച ഈ റിലേഷനിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു ട്രാജഡി എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു അപകടം, ഒരു വലിയ ദുരന്തം നേരിട്ട ഒരവസ്ഥയാണ് നമുക്ക് ഈ റിലേഷൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ആഘോഷിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വീഴ്ചയെ, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയ ഒരു അവസ്ഥയെ ആഘോഷിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിന് ഒരു മത്സരം പോലെ കണക്റ്റ് ചെയ്തെടുത്ത് സന്തോഷിക്കുന്ന ഒന്നിലധികം വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ തന്നെ കറൻറ്റ്ലി നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം നിങ്ങൾ പെയിൻ അനുഭവിക്കുമ്പം അതിനെ ആസ്വദിക്കുന്ന പലരും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ മറികടക്കുക. ഒരു പക്ഷേ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടാവാം, നിങ്ങളോട് മത്സരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവാം. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഇതൊരു മറ്റാരുടെയൊക്കെ ഒരു വിജയമാണ് നിങ്ങളുടെ ഈ ഒരു പരാജയം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക കേട്ടോ. കറൻറ്റ്ലി ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മുന്നും പിന്നും നോക്കാതുള്ളൊരു എടുത്തുചാട്ടമായിരുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ എപ്പോഴും കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എതിർത്ത് നിന്ന പലരുമാണ് ഇന്ന് സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചേരരുത്, നിങ്ങളും ആ പേഴ്സണും തമ്മിൽ ഒരുമിച്ച് പോകരുത് എന്ന് ആഗ്രഹിച്ച് തടഞ്ഞ വ്യക്തികളെ മറികടന്ന് അതിനെ എതിർത്തുകൊണ്ട് നിങ്ങളിലേക്ക് വന്ന പേഴ്സൺ ആയിരിക്കാം കുറച്ച് ആളുകളുടെ എനർജിയിൽ ഈ വന്നിരിക്കുന്ന വ്യക്തി. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു എടുത്തുചാട്ടം, അതായത് നോ എന്ന് പറയാതെ എസ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണേലും നിങ്ങൾക്കിടയിൽ ഉണ്ടായ അഭിപ്രായ ഭിന്നത, തെറ്റിദ്ധാരണ മാറാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പം ആ വ്യക്തി ഫാസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ വ്യക്തി നിലകൊള്ളുന്നുണ്ട്. നിങ്ങളെ മറന്നു പോയിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഒരു എടുത്തുചാട്ടം, പെട്ടെന്ന് തോന്നിയൊരു വാശിയാവാം, സെപ്പറേറ്റഡ് ആവാനുണ്ടായ കാരണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പോഴും കണക്ട് ചെയ്ത് പോകാൻ സാധിക്കുമായിരുന്നു എന്നുകൂടി ആ വ്യക്തി ഈ കറൻറ്റ്ലി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിടയിൽ അപ്പുറത്തേക്ക് അവർ മറ്റെന്തോ ഒരു കാര്യം, ഒരു ലക്ഷ്യവും കൂടി അവർ ഫോക്കസ് ചെയ്തിരുന്നു. അവർക്ക് എന്തോ ഒരു കാര്യവും കൂടി നേടിയെടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് ചെറിയൊരു പ്രശ്നമായിരിക്കാം നിങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നമാക്കി തീർത്ത് ഇപ്പം ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്തേക്കണത്. പക്ഷേ എന്നിട്ടിപ്പോൾ കറൻറ്റ്ലി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങളെ ആ വ്യക്തിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ളൊരു ഫീലിങ്സും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ഈ ഒരു ബന്ധത്തിൽ കറൻറ്റ്ലി നിൽപ്പുണ്ട്. അതായത് ഒരു അവസരം നിൽക്കുന്നുണ്ട്. പക്ഷേ അവസരത്തിനപ്പുറത്തേക്ക് നോക്കുമ്പം ഒരു ചാൻസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ചാൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴും വേണോ വേണ്ട ഒരു കൺഫ്യൂസ്ഡ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പുറത്ത് കടക്കേണ്ട സമയമായി കേട്ടോ. നിങ്ങൾ നിരാശപ്പെട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ സമയവും നിങ്ങളുടെ സന്തോഷവും നിങ്ങൾ വെറുതെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും ആ ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റാതെ
നിങ്ങളുടെ ഓരോ ദിവസവും കരഞ്ഞുകൊണ്ട് അവസാനിച്ചു പോകുന്നതായിട്ടും മടുപ്പ് കൊണ്ട് അവസാനിച്ചു പോകുന്നതായിട്ടും എല്ലാ സിറ്റുവേഷൻസ് ഒരു ദിവസം പകലും രാവും കടന്നു പോകുന്നത് അറിയാതെ കടന്നു പോകുന്നു നിങ്ങളുടെ അവസ്ഥയിലേക്ക് നോക്കുമ്പം. ഒരു പക്ഷേ നിങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ടോട്ടലി നിങ്ങൾ അൺഹെൽത്തി സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ ഊർജ്ജം പൂർണ്ണമായിട്ടും ഇപ്പോൾ ലോസാണ്. ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം ഇതെല്ലാം ആ ഒരു ഹാർട്ട് ബ്രോക്കണെ ബേസ് ചെയ്താണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പുറത്ത് കടന്ന് ഒരു ഹാപ്പി ഫാമിലി എനർജറ്റിക് ആയി കഴിഞ്ഞാൽ, പോസിറ്റീവായ ഒരു ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ലൈഫിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യും. സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും പെയിൻ അനുഭവിക്കുക തന്നെയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ ഞാൻ പറഞ്ഞില്ല, അവരെ സംബന്ധിച്ച് ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്യുമ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അവർ മറ്റെന്തോ കാര്യത്തിൽ ലക്ഷ്യം വെച്ചു എങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കറൻറ്റ്ലിയും അവരുടെ ലൈഫിൽ ഇപ്പോഴും തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരതുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ശക്തമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടായതും നിങ്ങളിലേക്ക് കപ്പ് ഓഫ് ലവ് ആയിട്ട് വന്നതും നിങ്ങളുടെ ആ ഒരു പഴയ ആ ഒരു പോസിറ്റീവായിരുന്നൊരു സമയം, നിങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയങ്ങൾ, ഇതെല്ലാം ഈ ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ആ ടൈമിൽ ആ വ്യക്തിക്ക് വല്ലാത്ത ഒരു പെയിനും അതുമൊപ്പം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഇതാണ് ശരിക്കും ശരിയെന്നും ഇതാണ് ലൈഫിലെ ഏറ്റവും പോസിറ്റീവായ വ്യക്തി, ഈ പേഴ്സൺ അനുയോജ്യമായ വ്യക്തിയെന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഹാർട്ട് ബ്രോക്കൺ ആണ്. തടസ്സങ്ങളുടെ പ്രസൻസ് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളും ശക്തമായ പെയിൻ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോഴത്തെ ഒരു ടോട്ടൽ എനർജി. അപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ കറൻറ്റ്ലി ഒരു കർമ്മ എനർജിയിലാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപോലെ പെയിൻ അനുഭവിച്ച് ഒരുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പം തീർച്ചയായിട്ടും അത് കർമ്മ എനർജി തന്നെയാണ്. തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് എന്നുള്ളൊരു ആഴത്തിലെ ചിന്ത നിങ്ങൾ തേർഡ് പാർട്ടിയെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് കേട്ടോ. ഇതിനകത്ത് അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഇല്ലാത്തതാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പോകുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളതിനെ വലിയ രീതിയിൽ ഏറ്റവും മാക്സിമം ടോപ്പ് എനർജിയിൽ നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യണം. അവരുമായിട്ട് അങ്ങനെ ആയിരിക്കും, അവരുടെ സംസാരം ഇങ്ങനെ ആയിരിക്കും, അവർ ഇന്ന സമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, അവർ ഇന്ന രീതിയിലായിരിക്കും ഇപ്പോൾ കറൻറ്റ്ലി പോകുന്നത് എന്ന് നിങ്ങൾ ശക്തമായിട്ട് ഇമാജിൻ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്കിവിടെ സംഭവിക്കുന്നത് പവർ ലോസിങ് ആണ്. നിങ്ങൾ ശരിക്കും തളർന്ന് ഈ ഒരു സിറ്റുവേഷൻസിൽ അവിടെ എനർജി കൊടുത്തു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ തെറ്റായ പാതയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ശരിക്കും അവർ നിങ്ങളിൽ നിന്നും ഒരു പൂർണ്ണതയില്ല, സംതൃപ്തി ഇല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിന്നിൽ എനിക്ക് വിശ്വാസമില്ല, ഇനി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്, എനിക്ക് നിൻ്റെ ഇമോഷൻസ് സ്നേഹമോ പ്രണയമോ വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞ് നിങ്ങളിൽ നിന്നും പുറത്ത് കടന്നിരിക്കുന്ന, നിങ്ങളിൽ നിന്നും വിട്ടുപോയിരിക്കുന്ന പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി. പക്ഷെ അത് വാക്കുകൾ കൊണ്ട് മാത്രമാണ് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഹൃദയം കൊണ്ട് നിങ്ങളെ ഒരിക്കലും ആ പേഴ്സൺ ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ നിങ്ങളിവിടെ നടത്തുന്ന ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രക്രിയ തേർഡ് പാർട്ടിയെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ പോസിറ്റീവ് ആകാൻ അല്ലെങ്കിൽ അവിടെ അതൊരു പോസിബിൾ ആകുന്ന ഒരു എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ ശക്തമാകുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ ബന്ധം. ആഴമുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടായിരുന്ന റിലേഷനാണ്. ആ ബന്ധത്തിൽ നിന്നാണ് ഒരു വ്യക്തി അസംതൃപ്തി ഫീൽ ചെയ്ത് പുറത്ത് കടന്നതായിട്ട് കാണുന്നത്. ഒരു പക്ഷേ തെറ്റായ ഒരു ഗൈഡൻസ്, തെറ്റായ ഒരു കോൾ അവർക്കിടയിലും നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. മറ്റെങ്ങോട്ടോ വിളിച്ചതായിട്ടുള്ളൊരു എനർജി, മറ്റെങ്ങോട്ടോ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ബന്ധത്തിലുണ്ടായ ഒരു മോശം സമയത്തിൻ്റെ, നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റിദ്ധാരണയുടെ, അതല്ലെങ്കിൽ ഒരു മായാവ എനർജിയിൽ പെട്ടതുപോലെ മറ്റൊരിടത്തേക്ക് ഒരു അട്രാക്ഷൻ തോന്നിയതും, അതുപോലെ ഈ ഒരു റിലേഷനിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ഉൾഭയം വന്നതുമെല്ലാം ഈ ഒരു സിറ്റുവേഷൻസിലേക്കുള്ള ആ ഒരു അട്രാക്ഷൻ, ഒരു നെഗറ്റീവ് എനർജിയുടെ അട്രാക്ഷനിലൂടെയാണ് ആ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വളരെ പ്രഷ്യസ് ആയിട്ട് നിന്ന സിറ്റുവേഷൻസിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾക്കിടയിലെ സെപ്പറേഷൻ എന്നുള്ളത് എനിക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഒരിക്കലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ പോകേണ്ടി വരുമെന്നും ഈ വ്യക്തി നിങ്ങളോട് നോ പറയുന്നൊരവസ്ഥ, നിങ്ങളെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ റിലേഷൻ എത്തുമെന്ന് പോലും നിങ്ങൾ സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ സാഹചര്യത്തിലാണിത് സംഭവിച്ചത്. അത് മറ്റൊരിടത്തേക്ക് പോയ ഒരു ആകർഷണം, ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, ഒരു വശീകരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരറിയാതെ അവരുടെ മനസ്സും ശരീരവും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. എന്താണെങ്കിലും അതുപോലെ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണോ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി പുറത്തു പോയത്, അതുപോലെ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും. നിങ്ങളുടെ റിജക്ഷൻ, നിങ്ങളെ റിജക്റ്റ് ചെയ്ത ഓരോ നിമിഷവും നാളെ അവർക്ക് ദുഃഖം നിറഞ്ഞതായി തീരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പലവട്ടം ഇവരിലേക്ക് കപ്പ് ഓഫ് ലവുമായിട്ട് അതിന് ശേഷം പോയിട്ടുണ്ടാവാം. നിങ്ങളെപ്പോഴും ആ വ്യക്തിനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോഴെല്ലാം ഈ ഒരു പേഴ്സൺ ഇമോഷണൽ ഈഗോ, വളരെയധികം ഈഗോ എനർജിയിൽ നിന്നു. ഒരു പക്ഷേ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാൻ അവർക്ക് സമയമെടുക്കേണ്ടി വന്നു എന്ന് തന്നെ നമുക്കിതിനകത്ത് പറയേണ്ടി വരും കേട്ടോ. അതായത് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. ഒന്നിത് ഡെത്ത് അവസാനിക്കേണ്ട ബന്ധമാണ്. കുറച്ച് പാഠങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കർമ്മ ബേസിൽ ഇതിനകത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ നല്ല ഒരു സിറ്റുവേഷൻ, അതായത് ഒരു അകലം വരുമ്പം രണ്ട് വ്യക്തികൾക്കും തമ്മിൽ ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു പ്രസൻസിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വളരെ അത്യാവശ്യമായിരുന്നതായിട്ടും നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കും. ഒരാൾ മറ്റേ ആളെ എത്രത്തോളം വാല്യൂ കൽപ്പിച്ചിരുന്നു, എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു റിലേഷനിൽ എന്ന് മനസ്സിലാക്കാനൂടിയുള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഈ ഒരു സെപ്പറേഷനും ഈ ഒരു സ്ട്രഗിളിങ് എനർജിയും കാണുന്നത്. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു റീയൂണിയൻ നിങ്ങളിലേക്ക് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത അത്രയും ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്ന് നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതേത് രീതിയിലാണെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത്ര ബ്ലെസ്സിങ്സ് ആയിരിക്കും. കാരണം അതൊരു ഫ്യൂച്ചർ പ്ലാനിങ് ആയിരിക്കും. മാത്രവുമല്ല, എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി ഉറച്ച തീരുമാനത്തോടുകൂടി നിൽക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു. നിങ്ങളെ ഒരു അത്ഭുതമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. നിങ്ങളും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ആഹ്ലാദ നിമിഷങ്ങൾ, സെലിബ്രേഷനുകൾ, ഇതെല്ലാം ആ വ്യക്തി വളരെയധികം ആസ്വദിച്ച് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തകൾ നിങ്ങൾക്കിടയിൽ ഫൈറ്റിംഗ് ഉണ്ടായി വളരെ ശക്തമാകുന്ന രീതിയിൽ നിങ്ങളെ പെയിൻ എനർജിയിലേക്ക് തള്ളിയിട്ടുണ്ട്. മാത്രവുമല്ല, നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തി മാറിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ആഴത്തിൽ ചിന്തിക്കുമ്പം ആ വ്യക്തിക്ക് വളരെയധികം എനർജിയാണ്. അതൊരു വല്ലാത്ത ഒരു പോസിറ്റിവിറ്റിയാണ്. ഹാപ്പി ടൈമാണ്. ഏറ്റവും നല്ലൊരു സന്തോഷത്തിൻ്റെ സമയമായിട്ടും ആ ഒരു നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത്, എത്രത്തോളം സന്തോഷമായിട്ടിരുന്ന സമയത്ത് ആ ഒരു സെലിബ്രേഷൻ, ആ ഒരു ഹാപ്പി ടൈമിങ് അവർ വീണ്ടും ആസ്വദിക്കുന്ന ഒരു ഫീലിങ്സിലേക്ക് വരെയാണ് ഈ ഒരു എനർജി പോയി നിൽക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഒരു റിയൂണിയൻ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ഹാർട്ട് ബ്രോക്കൺ, രണ്ടുപേരും പെയിൻ അനുഭവിക്കുന്നുമുണ്ട് ഈ ഒരു സെപ്പറേഷനിൽ കേട്ടോ. നിങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എവിടെയൊക്കെ ഒരു ഭയം ഉള്ളത്, ഒരു ടെൻഷൻ ഉള്ളത് മറ്റുള്ളവരുടെ ആ ഒരു പ്രസൻസാണ്. നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വരുന്നത് മറ്റാരുടെയൊക്കെ ഒരു പ്രസൻസ് എനർജി ഉണ്ട് കേട്ടോ, സ്ട്രോങ് ആയിട്ട്. വീണ്ടും ആ പഴയതുപോലെ ഒന്നും നോക്കാതെ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ പ്രസൻസിന് അവരാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരാണെങ്കിൽ, അതായത് എബ്രോഡൊക്കെ ഉള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രാവൽ പ്രസൻസോടുകൂടി നിങ്ങൾക്കിടയിൽ വീണ്ടും ആ ഒരു സെപ്പറേഷൻ അവസാനിക്കുക തന്നെ ചെയ്യും കേട്ടോ. നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് പ്രസൻസിലൂടെയാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കേജ് അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വ്യക്തി. ഒരുപാട് മാനസിക
പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. ടെൻഷനുണ്ട്, ഒരിക്കലും സമാധാനമില്ല, സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയാണ്. അതായത് ശരിക്കും ഇതൊരു റിയൂണിയനിൽ എത്തുന്നത് വരെ ഇതിനകത്തൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഇപ്പോൾ ബന്ധം കടന്നു പോകുന്നത് കേട്ടോ. ഒരു തിരിച്ചറിവിൻ്റെ പാതയാണ്. നല്ലതും ചീത്തയും തെറ്റും ശരിയും അതുപോലെ തന്നെ പറ്റിപ്പോയോ എല്ലാം ഇങ്ങനെ തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് അത് നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയായിരുന്നു, ഒരു ബന്ധം എങ്ങനെ കൊണ്ടുപോകണമായിരുന്നെന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സണും അത് ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. വളരെ പ്രഷ്യസ് ആയി തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം ഇപ്പം പരാജയമാണ്, സറണ്ടർ എനർജിയാണ്, കാര്യങ്ങളൊക്കെ ഡിലേ ആണ്, ഒരു പോസിറ്റിവിറ്റി ഒന്നും കാണാനില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ. പക്ഷേ ഫോക്കസ്ഡ് ആണ്. ഒരു പക്ഷേ നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എത്ര പെയിൻ ആണെങ്കിലും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കും ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, ഒരു സന്തോഷം തോന്നിക്കുന്നത് ഈ വ്യക്തിയുടെ പേരോ ഈ വ്യക്തിയുടെ സാന്നിധ്യത്തെ, ആ പാസ്റ്റ് എനർജിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം നിങ്ങൾക്കും ഹാപ്പിനെസ് തന്നെയാണ് അവിടെ വരുന്നത്. പക്ഷേ എന്നാൽ പെയിനാണ്, കാരണം സെപ്പറേഷനാണ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണ്, അതൊക്കെ നിങ്ങൾക്കും വളരെ വേദന നൽകുന്നു. പക്ഷേ എങ്കിലും നിങ്ങളും ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇതൊരു ഹെൽത്തി റിലേഷനാണ്, നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ പ്രസൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ്റെ യോഗവും ഉള്ളതാണ്. അതായത് നമുക്കിതിൽ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ശരിക്കും കുറച്ച് കാലം പിരിഞ്ഞു നിൽക്കേണ്ട, അല്ലെങ്കിൽ പെയിൻ അനുഭവിക്കേണ്ട, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാവുന്ന, ഫൈറ്റിങ്ങുകൾ നടക്കുന്നതൊക്കെ ആയ ഒരു എനർജിയും ഉള്ള ബന്ധം തന്നെയാണ്. അപ്പം നിങ്ങൾ എന്താണോ കൊടുത്തത് അത് നിങ്ങൾക്ക് ശക്തമായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ആ ഒരു വ്യക്തി അത് അറിഞ്ഞ് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഇപ്പോൾ കാണുന്ന ഈ ഒരു ബൗണ്ടറി, ഈ ഇമോഷണൽ ബൗണ്ടറി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രകടനം തന്നെയായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ച് കുറച്ച് ഈഗോയായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും നിങ്ങളെ അവരുടെ മനസ്സിലും അതേ സ്ഥാനത്ത് എങ്ങനെയാണോ നിങ്ങളെ കണ്ടിരുന്നത്, ആരായിട്ടാണോ നിങ്ങളെ കണ്ടിരുന്നത് അതേ സ്ഥാനത്ത് തന്നെ ഈ പേഴ്സൺ കാണുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പാസ്റ്റിലെ നിങ്ങളുടെ ആ ഒരു സന്തോഷകരമായി കടന്നുപോയ എനർജി എങ്ങനെയാണോ അത് തന്നെ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്സിൽ കാണാൻ സാധിച്ചത് കേട്ടോ.